ഗായ്സ് വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. ഓക്കെ അപ്പോൾ ഗായ്സ്, അപ്പോൾ നമ്മളെന്തായാലും ഇന്നെന്തായാലും വന്നേക്കണ ഗായ്സ് നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3Dയിൽ നടക്കുന്ന നമ്മുടെ വെബ് സീരീസ് എപ്പിസോഡ് 3 ആയിട്ടാണ് ഗായ്സ് നമ്മളെന്തായാലും ഇന്നെന്തായാലും വന്നേക്കണം. ഓക്കെ അപ്പോൾ ഗായ്സ്, അപ്പോൾ നമ്മളെന്തായാലും ഇന്നെന്തായാലും നമ്മളൊരു കിടുക്കാച്ചായിട്ടുള്ള ഒരു പുതിയൊരു കിടിലൻ വീഡിയോ ആയിട്ടാണ് വന്നേക്കണം. ഓക്കെ എൻ്റെ ചാനൽ ആരെങ്കിലും ലൈക്ക് ചെയ്തിട്ടുണ്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ എൻ്റെ അടുത്തോട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് എനേബിൾ ആവുന്നതാണ്. ഓക്കെ പിന്നെ എന്നിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഇപ്പോഴും തന്നെ പോയി സബ്സ്ക്രൈബും കാര്യങ്ങളൊക്കെ ചെയ്യുക. ഓക്കെ അപ്പം നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ മടിയാണ് കാണിക്കുന്നത്? പ്ലീസ് 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 ഞാൻ അവസാനമായിട്ട് കൂടെ പറയണം, പ്ലീസ് ഇതിലിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ പോയി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്തതുണ്ടെങ്കിൽ പോയി ലൈക്ക് ചെയ്യുക. അപ്പം എല്ലാം ഓക്കെയാണ്. ഓക്കെ അപ്പം ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ അപ്പം ലെറ്റ്സ് ഗോ സ്റ്റാർട്ട്. ഓക്കെ ഗായ്സ്, എന്നാലും ഇവിടെ ഇപ്പോൾ എന്തായാലും ഞാൻ എന്തായാലും നമ്മുടെ വീടിൻ്റെ മണ്ടയ്ക്ക് ആ ഒരു ബാൽക്കണിയിൽ അവിടെ എന്തായാലും ഞാൻ എന്തായാലും നിൽക്കുകയാണ്. ഓക്കെ ഞാൻ രാവിലെ തന്നെ എണീറ്റിട്ട് ഒരു കിടുക്കാച്ച് പ്ലാനൊക്കെ സെറ്റായിട്ട് ഞാൻ നിൽക്കുകയാണ്. ഓക്കെ എന്താണ് പ്ലാൻ എന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ ഞാൻ ഇവിടെ ഇപ്പോൾ എന്തായാലും നമ്മുടെ വീടിൻ്റെ മണ്ടയ്ക്ക് ആ ഒരു ബാൽക്കണിയിൽ കണക്ക് വന്നിരിക്കുകയാണ്. ഓക്കെ അപ്പോൾ ഇന്നെന്തായാലും ഗൈസ് നമ്മളെന്തായാലും ഒരു കിടിലൻ സംഭവമായിട്ടാണ് വന്നേക്കണം. ഓക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമാണെങ്കിൽ നമ്മളാണെങ്കിൽ പുതിയതായിട്ടൊരു വണ്ടിയും കണക്ക് എന്തായാലും വാങ്ങിച്ചിട്ട് എന്തായാലും ഉണ്ടായിരുന്നു. നമ്മുടെ പുതിയതായിട്ടുള്ള വണ്ടിയും കാര്യങ്ങളൊക്കെയാണ് ആ ഒരു ഫെറാറിയും കാര്യങ്ങളൊക്കെ. ഇന്നെന്ന് വെച്ചാൽ നമ്മൾ ഒരു വണ്ടിയും കാര്യങ്ങളൊക്കെ അടിച്ചു മാറ്റാനായിട്ട് പോവുകയാണ്. ഓക്കെ യെസ് ഗൈസ്, നമ്മൾ ഇന്ന് എന്തായാലും ആദ്യമായിട്ട് സ്റ്റീലിംഗ് വീഡിയോകളൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകണം. ഓക്കെ ഗൈസ്, ഞാൻ എനിക്ക് നിങ്ങൾക്ക് എന്തായാലും ഒരു കാര്യം കൂടെ എന്തായാലും നിങ്ങളോട് പറയാനായിട്ടുണ്ട്. അല്ലാതെയാണ്. ഓക്കെ ഈ സ്റ്റീലിംഗ് വീഡിയോ സത്യത്തിൽ ഞാൻ ഈ വെബ് സീരീസിലാണ് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യണം, അതല്ലാതെ നമ്മുടെ ചാനൽ ഫുള്ളായിട്ടല്ല. ഓക്കെ ഈ വെബ് സീരീസിലാണ് ആദ്യമായിട്ട് ഞാൻ സ്റ്റീലിംഗ് വീഡിയോ സ്റ്റാർട്ടാകണം. ഓക്കെ അതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ അപ്പം നമുക്ക് എന്തായാലും നമ്മുടെ ബാക്കി സംഭവങ്ങൾ ഇങ്ങനെയൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മളെ സ്റ്റീലിങ്ങിനെ കുറിച്ചാണ്. ഓക്കെ നമ്മളിന്നൊരു വണ്ടി കണക്ക് അടിച്ചു മാറ്റാനായിട്ട് പോകാൻ. ഓക്കെ വണ്ടി എന്ന് വെച്ചാൽ ഒരു കാറാണ്. ഓക്കെ ആ കാർ ഏതെന്ന് ഞാൻ അവിടെ എത്തുമ്പോൾ പറഞ്ഞു തരാം. ഓക്കെ അത് സർപ്രൈസാണ്. ഓക്കെ നമ്മൾ കാത്തിരുന്ന കാറാണ്. ഓക്കെ നമ്മൾ പിന്നെ അവിടെ വീടിൻ്റെ അടിയിലേക്ക് നമ്മളങ്ങനെ വന്നിട്ടുണ്ട്. ഓക്കെ നമ്മുടെ അച്ഛനും കേരളമൊക്കെ 2-3 ദിവസം ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ വന്നിട്ടുണ്ട്. അച്ഛൻ മാത്രമല്ല, നമ്മുടെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ട്. ഓക്കെ നമ്മുടെ അനിയനെ എന്തായാലും വരാനായിട്ട് പറ്റിയില്ല. അവൻ എന്തായാലും അവൻ്റെ വീട്ടിൽ കിടക്കണം. അവന് വലിയ എന്തോ ഓഫീസിലെന്തോ പ്രോജക്റ്റൊക്കെ ഉണ്ട്. ഓക്കെ അവൻ വരാൻ പറ്റിയില്ല. ഓക്കെ ഇന്ന് ഞായറാണ്, പക്ഷെ അവൻ ഇന്ന് ഫ്രീ ആണ്. പക്ഷെ അവൻ എന്തൊക്കെയോ പുറത്തെന്തോ പോവേണം, അതുകൊണ്ട് വരാൻ പറ്റില്ല. ഓക്കെ നമ്മൾ പിന്നെ എന്തായാലും ഏതാണ് ഇന്നെന്തായാലും ഫ്രീ ആണ്. ആക്ച്വലി നമുക്കും ഇന്നെന്തായാലും ഓഫീസും കാര്യങ്ങളൊക്കെ ഇല്ല. ഓക്കെ വലിയ ഓഫീസും ബാക്കി സംഭവങ്ങളും വലിയ കമ്പനിയെല്ലാം ഉള്ളൊരു മില്ലഡയർ. എന്നിട്ട് ഞാൻ വണ്ടി അടിച്ച് മാറ്റാൻ പോകണം. ഓക്കെ വണ്ടി അടിച്ചു മാറ്റാൻ ഒരു രസമാണ്, അതുകൊണ്ടാണ്. ഓക്കെ അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ച വണ്ടിയും കണക്ക് ഇതായിരുന്നു, നമ്മുടെ ഏതാണ് പുതിയ ഫെറാറി. ഓക്കെ അത് ഞാൻ ഇവിടെ പാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്. ഓക്കെ ഞാൻ നമ്മുടെ ഒരു വണ്ടി ഞാൻ എന്തായാലും എടുക്കാനായിട്ട് പോണില്ല. നമുക്ക് നൈസായിട്ട് എന്തായാലും നമുക്ക് നമ്മുടെ ഏതാണ് RC കാര്യങ്ങളൊക്കെ നമുക്ക് നൈസായിട്ട് എടുക്കാം. RC കാര്യങ്ങളൊക്കെ നൈസായിട്ട് നമുക്ക് എടുക്കാം. നമുക്ക് ഇതിൻ്റെ വെളിയിൽ വല്ല വണ്ടിയോ വല്ലതും ഉണ്ടോ നോക്കാം, അതും എടുത്തുകൊണ്ട് പോകാം. നമ്മുടെ ഈ വണ്ടിയൊന്നും ഞാൻ കൊണ്ടുപോകണില്ല, എന്നാൽ തിരിച്ചെടുത്തുകൊണ്ട് വരാൻ പറ്റും. ഓക്കെ നമ്മുടെ അച്ഛനും കേരളമൊക്കെ എന്തായാലും വീടിൻ്റെ അകത്ത് എന്തായാലും ഉണ്ട്. ഓക്കെ നമുക്ക് എന്തായാലും ഈ സമയത്ത് പോവാം. ഓക്കെ നമ്മളതിൽ പിന്നെ കുറച്ച് ബോംബും സാധനങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ അതെന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ നമ്മളിപ്പോൾ വീടിൻ്റെ വെളിയിൽ ഇറങ്ങി. ഓക്കെ ഗൈസ്, ഇവിടെ ഒരു സൈക്കിള് കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. നമുക്ക് ഇതും കൂടെ കൊണ്ടുപോകും. ഓക്കെ നമ്മുടെ വണ്ടി എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ഓക്കെ ഞാൻ വണ്ടി അന്വേഷിക്കാൻ വേണ്ടിയാണ് ഇതും എടുത്തുകൊണ്ട് വെളിയിൽ ഇറങ്ങി. ഓക്കെ ഇതും കൊണ്ട് ഇറങ്ങണ്ടായിരുന്നു, തൊട്ട് ഫ്രണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഓക്കെ അത് കുഴപ്പമില്ല, നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ അല്ല, പിന്നെ എടുക്കുക. ഓക്കെ നമ്മളെന്തായാലും നമ്മുടെ RC കണക്ക് ഇവിടെ സേഫായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. ഓക്കെ അവിടെ ഉണ്ടല്ലോ. ഓക്കെ നമുക്കെന്തായാലും നൈസായിട്ട് എന്തായാലും സൈക്കിൾ എടുക്കാം. ഓക്കെ ബൈക്ക് പിന്നെ പോകുമ്പോൾ മാത്രമാണ് ഹെൽമെറ്റ് യൂസ് ചെയ്യണം. ഓക്കെ സൈക്കിൾ ആണെങ്കിൽ യൂസ് ചെയ്യാം, പക്ഷെ വേണ്ട. ഓക്കെ നമുക്ക് ഹെൽമെറ്റ് ഒന്നും വേണ്ടേ. ഓക്കെ അപ്പോൾ നമ്മുടെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ എന്തായാലും നമ്മുടെ ഫ്രണ്ടായിട്ടുള്ള ലെസ്റ്റർ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് എന്തായാലും അയച്ചു തന്നിട്ടുള്ളത്. ഓക്കെ അപ്പം ലൊക്കേഷനും കാര്യങ്ങളൊക്കെ എന്തായാലും
കുറച്ച് ദൂരെയാണ്. ഓക്കെ, നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഒരു ഏരിയയിലാണ് നമ്മുടെ ഒരു ലൊക്കേഷന് കാര്യങ്ങളൊക്കെ എന്തായാലും കാണിച്ചേക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നേരെ എന്തായാലും അങ്ങോട്ട് എന്തായാലും പോവാം. ഓക്കെ, നമ്മൾ ഒരു വണ്ടിയാണ് അടിച്ചു വരാനായിട്ട് പോകണം. ഓക്കെ, സർപ്രൈസാണ്. ഓക്കെ, കിടിലൻ വണ്ടിയാണ്, ഭയങ്കര സ്പീഡൊക്കെയാണ്. ഓക്കെ, കാണാൻ ഒരു നോർമലായിട്ടുള്ള ഒരു ലുക്കൊക്കെ ആണെങ്കിലും വണ്ടിക്ക് പുലിയുടെ സ്പീഡാണ്. ഓക്കെ, പുലിയല്ല, ചീറ്റയുടെ സ്പീഡാണ്. ഓക്കെ, ഒമ്മാതിരി സ്പീഡാണ്. ഓക്കെ, കാണുമ്പോൾ അതേപോലെ ആണെങ്കിൽ നിങ്ങൾ ഞെട്ടിപ്പോവും. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ ഏകദേശം റെയിൽവേ സ്റ്റേഷൻ അവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ. ഓക്കെ, ഇവിടെ റെയിൽവേ സ്റ്റേഷൻ ഇവരിങ്ങനെ സെറ്റ് ചെയ്തെടുത്തു. ഓക്കെ, അത് കൊള്ളാം, വലിയ ടണലൊക്കെ വന്നു. ഓക്കെ ഓക്കെ നമ്മളങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ ഞാനൊക്കെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ വേറെ വണ്ടികളും കാര്യങ്ങളും ഒന്നും തന്നെ കാണാനായിട്ട് പറ്റുന്നില്ല. പക്ഷെ അതിൻ്റെ അകത്താണെങ്കിൽ ഈ സൈക്കിൾ പിന്നെ നമ്മുടെ അല്ല, അതുകൊണ്ട് ഇതിവിടെ എവിടെയെങ്കിലും ഇട്ടിട്ട് പോയാലും കുഴപ്പമില്ല. ഓക്കെ, ഇതാണ് വണ്ടി. ഓക്കെ, ഇതെന്ന് വെച്ചാൽ ഒരു പുള്ളിക്കാരനാണ് ഏതോ ഒരു ട്രിപ്പിന് വേണ്ടിയിട്ട് പോകാനായിട്ട് വണ്ടി ഇവിടെ കൊണ്ടിട്ടിട്ട് പോയതാണ്. ഇതെന്ന് വെച്ചാൽ ഒടുക്കത്തെ വിലയാണ്. ഓക്കെ, ഈ വണ്ടിക്ക് ഒടുക്കത്തെ വിലയെന്ന് വെച്ചാൽ ഒടുക്കത്തെ വിലയാണ്. അത് മാത്രമല്ല ഒടുക്കത്തെ ലുക്കും കൂടെയാണ്. ഓക്കെ, ഇത് നമ്മുടെ ഏതാണ് വണ്ടി നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമായിരിക്കും. ഓക്കെ, യെസ് ഗൈസ്, ദിസ് ഈസ് നിസാൻ GTR R35. ഓക്കെ, യെസ് ഗൈസ്, നമ്മളങ്ങനെ ഒരു നിസാൻ GTR R35ൻ്റെ മുതലാളി നമുക്ക് ആയതാണ്. ഇതെന്തായാലും ഞാൻ എന്തായാലും ഉറപ്പായിട്ട് ഞാൻ എന്തായാലും വിൽക്കുന്നതല്ല. ഇത് നമ്മൾ പേഴ്സണൽ വെഹിക്കിളായിട്ട് എടുക്കാനായിട്ട് പോകണം. ഓക്കെ, എനിക്ക് ഈ വണ്ടി നല്ല ഇഷ്ടപ്പെട്ടു. എന്ന് വെച്ചാൽ കളർ നൈസായിട്ടുണ്ട്. ഓക്കെ, നമ്മൾ പിന്നെ ഒഫീഷ്യലായിട്ട് വേറെ GTR നമ്മൾ എടുക്കുന്നതാണ്. ഓക്കെ, പക്ഷെ ഇതിരിക്കട്ടെ. ഓക്കെ, നമ്മളതിൽ പിന്നെ അധികം കാറൊന്നുമില്ല. ഓക്കെ, ഉണ്ട് നമ്മളതിലൊരു ഇതുണ്ട്, പക്ഷെ എന്നാലും ഇത് മതി എനിക്ക്. ഓക്കെ, അപ്പോൾ നമുക്കെന്തായാലും അത് ഇതും കൊണ്ട് പോകാം. ഓക്കെ ഓക്കെ നമുക്കെന്തായാലും നമ്മുടെ GTR കൊണ്ടാകുമ്പോൾ എന്തായാലും കത്തിച്ചെന്തായാലും വിടാം. ഓക്കെ ഓക്കെ നമുക്കെന്തായാലും നമ്മുടെ GTR കൊണ്ട് കത്തിച്ച് വിടാം. ഓഫ്, എൻ്റെ മോനെ, ഞാൻ പറഞ്ഞതിനേക്കാളും സൂപ്പർ വണ്ടിയാണ് ഈ വണ്ടിക്ക്. ഒടുക്കത്തെ സ്പീഡും കാര്യങ്ങളൊക്കെയാണ്. എൻ്റെ അമ്പോ, വണ്ടി പറക്കുകയാണ്. ഓക്കെ, നമുക്കെന്തായാലും നൈസായിട്ട് എന്തായാലും ഇതും കൊണ്ടെന്തായാലും പോകും. ഓക്കെ, എന്തൊക്കെയോ ഒച്ചകൾ കേൾക്കുന്നുണ്ടല്ലോ, അതെന്താണ്? ഞാൻ ഇറങ്ങി നോക്കട്ടെ. ഗൈസ്, നൈസൊരു പണിപ്പാളി. ഇവിടെ നൈസായിട്ട് പോലീസ് കാര്യങ്ങളൊക്കെ വന്നേക്കാണ്. അയ്യോടെ, പണിപ്പാളി പണിപ്പാളി. അയ്യോ പോലീസ് പോലീസ്, അയ്യോ പോലീസ് 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 ഓടി വരെയാണ്. ഓ പോലീസ് പോലീസ് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാ? അയ്യോ പോലീസ് പോലീസേ, അയ്യോ അയ്യോ അമ്മച്ചി, പോലീസ് ഇവിടെ പോലീസൊക്കെ അവിടെ നിന്ന് വണ്ടി വരണു. എൻ്റെ അമ്മ ഇവിടെ നിന്ന് ഓടിക്കളയണത് നല്ലതൊക്കെ. ഇത് ആരാണ് പോലീസ് സ്റ്റേഷന് ഇൻഫർമേഷൻ കൊടുത്ത? ഏതവനാണ്? നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിലേ കൂടെ പോവാം. ഓക്കെ, ഇതിലേ കൂടെ പോയിട്ട് നമുക്ക് നൈസായിട്ട് ഈ സർവീസ് സെൻ്ററിൻ്റെ അകത്തൂടെ പോകും. ഭാഗ്യം ഇതിൻ്റെ ഗേറ്റ് തുറന്നു, അതല്ലെങ്കിൽ നമ്മൾ പെട്ടുപോയാനൊക്കെ. ഓക്കെ, പോലീസ് ചിലപ്പോൾ ഇതിലേ കൂടെ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, 2 സ്റ്റാർ വാണ്ട ലെവലുകളൊക്കെ കിട്ടിയിട്ടുണ്ട് നമുക്കൊക്കെ. നമ്മളൊരുത്തന്നെ കൊന്നതിലാണ് കൂടുതൽ പ്രശ്നമായത്. ഓക്കെ, അവനെ കൊല്ലണ്ടായിരുന്നു. ഓക്കെ, അവൻ്റെ ഇടയിൽ കൂടെ ഒരു പോലീസും കൂടെ കയറിയിരുന്നു. ഓക്കെ, അവനെ കൊല്ലാൻ നോക്കി, പക്ഷെ അവനാണ് കൊണ്ടത്, വെടിയുണ്ട. ഓക്കെ, ഇതുകൊണ്ട് ഇനി കുറച്ചുകൂടെ ഓടണം, അതാണ് ഒരു കുഴപ്പം. ഓക്കെ, നമുക്ക് ഓടാന്ന് കുഴപ്പമൊന്നുമില്ല. ഓക്കെ ഓക്കെ നമ്മളിപ്പോൾ ഇവിടെ ബീച്ചിൻ്റെ ഇവിടെയൊക്കെ എത്തി. വണ്ടി മാക്സിമം ഡാമേജ് ഉണ്ടാക്കല്ലോ. ഓക്കെ, ഡാമേജ് ഉണ്ടായി കഴിയാൻ സീനാണ്. ഓക്കെ, സൂക്ഷിച്ചും കണ്ടൊക്കെ പോവാം. കണ്ട ഇവന്മാർ ദൂരെ നിന്ന് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കില്ല. കുഴപ്പം കണ്ട ഇവന്മാർ ഇപ്പുറത്ത് നമ്മുടെ 1 വേ വഴി ചിലപ്പോൾ കയറി വരും. കണ്ട, അതുകൊണ്ട് ഇങ്ങനത്തെ റൂട്ടിലൊന്നും അധികം പോകല്ലോ. ഓക്കെ, ഇപ്പോഴും നമ്മുടെ വാണ്ട ലെവല് അതേപോലെ തന്നെ ഒരു വാണ്ട ലെവലിൽ പോയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ അധികം മാക്സിമം പോലീസുകാരുടെ അടുത്ത് പോലും. ഓക്കെ, ഇതേപോലെ ഇങ്ങനെ അടുത്തൊക്കെ വരുമ്പോൾ ഇങ്ങനെ തിരിച്ചൊക്കെ എടുക്കണം. ഓക്കെ, ഇവന്മാരവിടെ പുറകെ തന്നെ ഉണ്ട്. വണ്ടിക്ക് മാക്സിമം ഡാമേജ് ഉണ്ടാകാറ്, അത്രേ ഉള്ളൂ. ഓക്കെ, വേറെ എന്തോ ഉണ്ടായാലും കുഴപ്പമില്ല, വണ്ടി ഡാമേജ് ആവില്ല. ഓക്കെ, നമുക്കൊരു ഐഡിയ ചെയ്താലോ, നമുക്ക് ഇതിൻ്റെ അകത്ത് കയറിപ്പോലെ.
ഓഫ്, പോലീസുകാരുടെ കാര്യം, വണ്ടിയുടെ ഡോർ അടിച്ച് പൊട്ടിച്ചിട്ടുണ്ട്. ഓഫ്, ഇതിൻ്റെ ലോക്ക് പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, നമുക്ക് കാര്യം ചെയ്യാം, ഇതിൻ്റെ മണ്ടയ്ക്ക് കയറിപ്പോൾ. ഓക്കെ, ഇതിൻ്റെ മണ്ടയ്ക്ക് ഇവന്മാരെ കയറാൻ ചാൻസ് ഇല്ല. ഓക്കെ, അവൻ നൈസായിട്ട് ഇവിടെ കിടന്നാൽ കുറച്ച് റൗണ്ട് അടിക്കുക. ഓക്കെ ഓക്കെ, ഇവിടെ ഞാൻ സേഫായിട്ടുണ്ട്. വാണ്ട ലെവലിൽ ഞാനൊക്കെ പോയിട്ടില്ല. ഇവന്മാർ ചിലപ്പോൾ ഇങ്ങോട്ട് കയറി വരാൻ ചാൻസ് ഉണ്ടോ പറയാൻ പറ്റത്തില്ല. ഇവന്മാർ ചിലപ്പോൾ ഇങ്ങോട്ട് കയറി ഒന്ന് അടിക്കാൻ ചാൻസ് ഉണ്ടെങ്കിൽ നമുക്ക് കാര്യം ചെയ്യാം, നമുക്ക് പതുക്കെ ഒന്ന് ഫ്രണ്ടിലോട്ട് പോയി നോക്കാം. വാണ്ട ലെവലിൽ പോയിട്ടുണ്ടോ? ഓക്കെ, വാണ്ട ലെവലിൽ പോയോ? ഇല്ല, വാണ്ട ലെവലിൽ പോയിട്ടില്ല ഇതുവരെയായിട്ടും. വാണ്ട ലെവൽ ഇപ്പോഴും ഉണ്ട്. കാര്യം തോന്നുന്നു നമുക്ക് ഇവിടെ തന്നെ ഇരിക്കാനാണ് നമുക്ക് നല്ലത്. ഓക്കെ, നമ്മൾ ഇങ്ങോട്ട് കയറി പോകണം. നമ്മൾ കണ്ടില്ലെന്ന് തോന്നുന്നു കേട്ടാ. എനിക്ക് അറിഞ്ഞൂടാ, നമ്മളിവിടെ കുറേ നേരം വെയിറ്റ് ചെയ്യണം. ഓക്കെ, ഓക്കെ ഗൈസ്, വാണ്ട ലെവലിൽ ഞാനൊക്കെ പോയിട്ടുണ്ട്. ഓക്കെ ഓക്കെ, നമ്മളങ്ങനെ രക്ഷപ്പെട്ടേക്കാണ്. വാണ്ട ലെവലിൽ ഞാനൊക്കെ പോയിട്ടുണ്ട്. പതുക്കെ ഇറങ്ങാം. വണ്ടിയുടെ ലോക്കിൽ ഇപ്പോൾ പ്രശ്നമില്ലെന്ന് തോന്നുന്നു. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഇടിച്ചേ ഉള്ളൂ. ഓക്കെ, നമുക്കെന്നാലും 2-3 റൗണ്ടൊക്കെ അടിച്ചിട്ട് വീട്ടിലോട്ട് കയറാം. ഓക്കെ, അമ്മമാരിവിടെ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടിയുടെ കളറൊന്ന് മാറ്റിയാലാന്ന് ആലോചിക്കുകയാണ് ഞാൻ. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും കളർ മാറ്റി. ഇപ്പോൾ കളർ മാറ്റാൻ പറ്റില്ല. ഇപ്പോൾ അവൾ വല്ല ലോസ് ആൻഡോസ് കസ്റ്റംസ്, അങ്ങനെ ഇന്ത്യൻ കസ്റ്റംസ് എവിടെയെങ്കിലും കയറി കഴിഞ്ഞാൽ നമ്മൾ പെടും. ഓക്കെ, ഇവിടെ സൂപ്പറായിട്ടുള്ള നമ്മുടെ ലോസ് ആൻഡോസിൽ നിന്ന് വന്ന ഒരു ആളുടെ വലിയൊരു കിടുക്കാച്ച് വർക്ക്ഷോപ്പ് ഉണ്ട്. അവിടെ കൊടുത്തുകഴിഞ്ഞാൽ വണ്ടി പൊളിയടിച്ച്. ഓക്കെ, ആ കടയുടെ പേര് ലോസ് ആൻഡോസ് കസ്റ്റംസ് എന്നാണ്. ഓക്കെ, സത്യത്തിൽ ഇത് ലോസ് ആൻഡോസ് എന്നല്ല, ഇത് ഇന്ത്യയാണ്. പക്ഷേ ലോസ് ആൻഡോസിൽ നിന്ന് ഒരു പുള്ളിക്കാരൻ വന്ന് ചെയ്തെടുത്തൊരു കടയാണ്. ഓക്കെ, സൂപ്പറായിട്ടവിടെ മോഡിഫൈ ചെയ്തിരും. പിന്നെ ബെന്നീസ് വർക്ക്ഷോപ്പ് ഉണ്ട്, അങ്ങനെ കുറേ ഉണ്ട്. ഓക്കെ, നമുക്ക് എവിടെയെങ്കിലും കൊടുത്ത് വണ്ടി സെറ്റ് ചെയ്തെടുക്കും. ഓക്കെ, അങ്ങനെ നമുക്കങ്ങനെ ഒരു കാറും കൂടെ നല്ലത് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അച്ഛൻ്റെ കാർ ഇവിടെ കിടപ്പുണ്ട്, ഫെറാറി. ഓക്കെ, അച്ഛൻ്റെത് നമ്മുടെ ഒരേ മോഡലാണ്, ഫെറാറി. ഓക്കെ ഓക്കെ, നമുക്കങ്ങനെ ഒരു കിടുക്കാച്ച് കാറ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, എല്ലാം എന്തിനും വാരി ഷെഡ് വാരി ഇടണം. നമുക്ക് വെളിയിലും കിട്ടണം. ഓക്കെ, വെളിയിൽ ഇവിടെ ഇഷ്ടം പോലെ സ്ഥലം കിടക്കുകയാണ്. ഓക്കെ, പിന്നെ എന്തിനും നമ്മളിവിടെ എടുത്തിടാം. നമുക്ക് എന്തായാലും കുറച്ച് ഫ്രണ്ടിലോട്ട് ഇങ്ങോട്ടിടാം. ഓക്കെ, കുറച്ച് ബാക്ക് എടുക്കാം. ഓക്കെ, നമ്മളങ്ങനെ അതങ്ങനെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മളങ്ങനെ ഒരു കിടുക്കാച്ച് കാർ അടിച്ച് മാറ്റിയിട്ട് എന്നാലും ഒന്ന് നോക്കിയ കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ടെങ്കിലൊക്കെ. ഓക്കെ, ആരും തന്നെ തലില്ല. ഓക്കെ ഓക്കെ, അങ്ങനെ നമുക്കങ്ങനെ ഒരു കാറ് കിട്ടിയേക്കാണ്. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും ഇത്രയുള്ള ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോയും കാര്യങ്ങളൊക്കെ. അപ്പം വേറൊരു എപ്പിസോഡായിട്ട് ഞാൻ എന്തായാലും ഉടനെ തന്നെ എന്തായാലും വരുന്നതാണ്. ഓക്കെ, അപ്പം ഇറ്റ്സ് മീ ഗ്രാൻഡ് ടൂറർ ബൈ കാർത്തിക് സൈനിങ് ഔട്ട്. ഓക്കെ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും. ഓക്കെ.